നമസ്കാരം. മഹാലക്ഷ്മി വാസമുള്ള സ്ഥലമാണ് അടുക്കള. ഒരു വീടിന്റെ ഐശ്വര്യത്തെയും ആരോഗ്യത്തെയും ഉയർച്ചയെയും അടുക്കള നിർണയിക്കുന്നതുമാണ്. മഹാലക്ഷ്മി ദേവിയോടൊപ്പം അഗ്നിദേവൻ, വായുദേവൻ, വരുണദേവൻ, ഗണേശ സാന്നിധ്യം, ശ്രീ അന്നപൂർണേശ്വരി സാന്നിധ്യം അടുക്കളയിൽ വന്നു ചേരുന്നു. ഇതിനാൽ തന്നെ ചെറിയ തെറ്റുകൾ പോലും വലിയ ദോഷങ്ങൾക്ക് പോലും വലിയ വിപത്തുകൾക്ക് പോലും കാരണമായി തീരും. ഇതേപോലെ വീട്ടിൽ ഈശ്വരാനുഗ്രഹം വന്നു ചേരുമ്പോഴും ആദ്യം ചില സൂചനകൾ അടുക്കളയുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നതുമാണ്. ഇതേക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഓം മഹാലക്ഷ്മിയെ നമ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. നിത്യവും കുളിച്ചതിന് ശേഷം അടുക്കളയിൽ പ്രവേശിക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ ഏവർക്കും അതിന് സാധിക്കണം എന്നില്ല. സാധിക്കാത്തവരാണ് എങ്കിൽ കൈയും കാലും മുഖവും കഴുകിയതിനു ശേഷം മാത്രം അടുക്കളയിൽ ആദ്യം പ്രവേശിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കാര്യത്തിന് വളരെയധികം പ്രാധാന്യം നിങ്ങൾ നൽകണം. കാരണം ദേവതാ സാന്നിധ്യമുള്ള ഇടമാണ് അടുക്കള. അതിനാൽ അടുക്കളയ്ക്ക് അത്രമേൽ പ്രാധാന്യം നൽകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. മറ്റൊരു കാര്യം പരാമർശിക്കുവാനുള്ളത്, ഒരിക്കലും ചില വസ്തുക്കൾ അടുക്കളയിൽ സൂക്ഷിക്കരുത് എന്നതാണ്. അതിൽ പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങൾ പൊട്ടിയ പാത്രങ്ങളാകുന്നു. പൊട്ടിയ പാത്രങ്ങൾ അടുക്കളയിൽ സൂക്ഷിക്കുകയോ അതിൽ ആഹാരം പാചകം ചെയ്യുകയോ അരുത്. കൂടാതെ ക്ലോക്ക്, ബില്ല് തുടങ്ങിയ കാര്യങ്ങൾ അടുക്കളയിൽ വയ്ക്കാതിരിക്കുന്നതാണ് ശുഭം എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കണം. അരിപ്പാത്രം, ഉപ്പ്, കടുക്, മഞ്ഞൾ ഈ പാത്രങ്ങളിൽ ഒരിക്കലും ഈ വസ്തുക്കൾ ഇല്ലാതിരിക്കുവാൻ പാടുള്ളതല്ല. പകുതി ആകുമ്പോഴേക്കും വാങ്ങി നിറയ്ക്കണം എന്നാണ് പറയുക. അതിനാൽ ആ കാര്യത്തിന് വളരെയധികം പ്രാധാന്യം നിങ്ങൾ നൽകണം. അതല്ല എങ്കിൽ അത് നിങ്ങൾക്ക് ശുഭകരമാകില്ല. പ്രത്യേകിച്ചും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിലനിർത്തുവാൻ ഇത്തരം കാര്യങ്ങൾ കൂടി അനിവാര്യമാകുന്നു. ഇവ വയ്ക്കുന്ന പാത്രങ്ങൾ എപ്പോഴും വൃത്തിയോടെ തന്നെ സൂക്ഷിക്കുവാൻ നിങ്ങൾ ശ്രമിക്കണം. ഒരിക്കലും പൊടി പിടിക്കരുത് എന്ന കാര്യത്തിന് പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട്. വെള്ളിയാഴ്ച എന്ന ദിവസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിക്കും വിശേഷപ്പെട്ടതായ ദിവസമാകുന്നു. അതിനാൽ ഇന്നേ ദിവസം അരിപ്പാത്രം തുടച്ച് വൃത്തിയാക്കിയതിനു ശേഷം മഞ്ഞൾ, കുങ്കുമത്തിലകം തൊടിയിക്കുക എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കുക. ഇപ്രകാരം ചെയ്യുന്നതാണ് ഏറ്റവും ശുഭകരം. കൂടാതെ അടുപ്പ് എപ്പോഴും വൃത്തിയായി തന്നെ സൂക്ഷിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കിടക്കുന്നതിന് മുൻപാണ് എങ്കിലും അടുപ്പ് തുടച്ചതിന് ശേഷം കിടക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടാതെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതായ മറ്റൊരു കാര്യം, വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ട് എങ്കിൽ അത് എപ്പോഴും അടച്ചു വയ്ക്കുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും അനിവാര്യമാകുന്നു. അതല്ല എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കും എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. വെള്ളം അടുപ്പിന്റെ അടുത്ത് വയ്ക്കുവാൻ പാടുള്ളതല്ല. അതായത് ജലം ഒരിക്കലും അടുപ്പിന്റെ അടുത്ത് വയ്ക്കുന്നത് അത്ര ശുഭകരമല്ല. ആ കാര്യത്തിന് പ്രാധാന്യം നൽകണം. അതിനാൽ അടുപ്പിൽ വയ്ക്കാത്തതായ ജലമാണ് എങ്കിൽ അത് മാറ്റി വയ്ക്കുന്നതാണ് ശുഭം. ഇനി അടുക്കളയുമായി ബന്ധപ്പെട്ട ശുഭകരമായ ആ ലക്ഷണങ്ങളെ കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഈ പരാമർശിച്ചിരിക്കുന്ന ലക്ഷണങ്ങളിൽ ഒരു ലക്ഷണമെങ്കിലും കാണുന്നത് ഏറ്റവും വിശേഷമാണ്. ജീവിതത്തിൽ അനുകൂലമായ ചില കാര്യങ്ങൾ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ അനുകൂലമായ കാര്യങ്ങൾ, അനുകൂലമായ ദിവസങ്ങൾ കടന്ന് വരുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. അതിൽ ഏറ്റവും വിശേഷപ്പെട്ടതായ ലക്ഷണം, അടുക്കളയിൽ ആദ്യമേ പ്രവേശിക്കുന്നതായ സമയത്ത്, അതായത് ഒരു ദിവസത്തിൽ ആദ്യം പ്രവേശിക്കുന്ന സമയം അല്ലെങ്കിൽ അടുക്കളയുടെ വാതിൽ തുറക്കുന്നതായ സമയത്ത് പല്ല് ചിലയ്ക്കുന്നു എന്നതാണ്. ഈ ഒരു ശബ്ദം നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ്. മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവുമായി ബന്ധപ്പെട്ട് പല്ല് നൽകുന്നതായ ഒരു സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. നിങ്ങൾ വീടുകളിൽ ആഹാരം പാചകം ചെയ്യുന്നതായ അവസരത്തിൽ പല അവസരങ്ങളിലും ആഹാരം കൃത്യമായിരിക്കും, ഒരിക്കലും ബാക്കിയാവില്ല എന്നതാണ് വാസ്തവം. ഇപ്രകാരം നിങ്ങൾക്ക് ആഹാരം പാചകം ചെയ്യുവാൻ
സാധിക്കുന്നു അഥവാ സാധിച്ചുകൊണ്ടേ ഇരിക്കുന്നു എങ്കിൽ അത് സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താലാണ് സംഭവിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അതിനാൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാവുകയോ ചെയ്യുന്നതായ പ്രവർത്തനങ്ങളിലാണ് എങ്കിൽ പോലും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. പലപ്പോഴും അടുക്കളയിൽ ചിലന്തി വലകൾ കാണുന്നതാണ്. എന്നാൽ ചില വീടുകളിൽ ഒരിക്കലും ചിലന്തി വലകൾ ദൃശ്യമാകില്ല എന്നതാണ് വാസ്തവം. നിങ്ങളുടെ വീടുകളിലും ദീർഘകാലത്തേക്ക് ഒരിക്കലും ചിലന്തി വലകൾ അടുക്കളയിൽ വരുന്നില്ല എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാണ്. സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ആ വീടുകളിലുണ്ട് എന്ന വ്യക്തമായ സൂചനയാകുന്നു. കാരണം മൂദേവി സാന്നിധ്യം ആ വീടുകളിൽ ഇല്ല എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും. അതിനാൽ ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കാം. എപ്പോഴും ആവശ്യമായ വസ്തുക്കൾ, നിത്യോപയോഗ വസ്തുക്കൾ അടുക്കളയിൽ ഉണ്ടാകുന്നതാണ്. അബദ്ധവശാലാണ് എങ്കിൽ പോലും നിങ്ങൾ വാങ്ങുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. പിന്നീടായിരിക്കും ആ വസ്തു ഇല്ല എന്ന കാര്യം നിങ്ങൾ അറിയുക. അതിനാൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നു എങ്കിൽ അത് ശുഭകരമായ ഒരു ലക്ഷണമാകുന്നു. അതിനാൽ എപ്പോഴും ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ അത് മഹാലക്ഷ്മി കടാക്ഷത്താലാകുന്നു. വീടുകളിൽ സുഗന്ധം പരക്കുന്നു എങ്കിൽ അത് പോസിറ്റീവ് ഊർജത്താൽ സംഭവിക്കുന്ന ദേവതാ സാന്നിധ്യത്താൽ സംഭവിക്കുന്ന കാര്യമായി തന്നെ പരാമർശിക്കാം. പ്രത്യേകിച്ചും അടുക്കളയിൽ എന്തെന്നില്ലാത്ത സുഗന്ധം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു എങ്കിൽ, അത്തരം കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നു എങ്കിൽ അത് സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ സംഭവിക്കുന്നതായ കാര്യങ്ങളാണ് എന്ന് നിസ്സംശയം പറയാം. മറ്റൊരു പ്രധാനപ്പെട്ടതായ കാര്യം മനസമാധാനം, സന്തോഷം ജീവിതത്തിലേക്ക് കടന്ന് വരുന്നു എന്നതാണ്. ഇന്നത്തെ കാലത്ത് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം സന്തോഷവും സമാധാനവും നിലനിർത്തുക എന്നത് പ്രയാസമേറിയ കാര്യം തന്നെയാകുന്നു. എന്നാൽ അതിന് നിങ്ങൾക്ക് സാധിക്കുന്നു എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു ലക്ഷണമാകുന്നു. മറ്റൊരു കാര്യം ജോലിയുമായി ബന്ധപ്പെട്ടാണ്. പലപ്പോഴും പലരും ജോലി ചെയ്ത് മടുക്കുന്നതാണ്. എത്ര ചെയ്തിട്ടും എന്തുകൊണ്ട് ജോലി തീരുന്നില്ല എന്ന ചിന്ത ചിലർക്ക് ഉണ്ടായി എന്ന് വരാം. വീട്ടമ്മമാർക്കും ഇത്തരം ചിന്തകൾ ഉണ്ടായി എന്ന് വരാം. എന്നാൽ നേരെ മറിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് ജോലികൾ തീർക്കുവാൻ സാധിക്കുന്നു അഥവാ ജോലി ചെയ്ത് തീർക്കുവാൻ സാധിക്കുന്നു എങ്കിൽ, അതും കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ കുറെ ജോലി ചെയ്ത് തീർക്കുവാൻ സാധിക്കുന്നു, ഒരു മടുപ്പ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ല എങ്കിൽ അത് മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യത്താൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ടതായ ഒരു സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ്. ഏറ്റവും വിശേഷപ്പെട്ടതായ ലക്ഷണമാകുന്നു. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അടുക്കള വൃത്തിയാക്കുവാൻ സാധിക്കും. കൂടാതെ എപ്പോഴും വൃത്തിയായി തന്നെ അടുക്കള സൂക്ഷിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എങ്കിൽ അത് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായി തന്നെ പരാമർശിക്കാം. ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു. മറ്റൊരു പ്രധാനപ്പെട്ടതായ കാര്യം പരാമർശിക്കുവാൻ സാധിക്കുന്നത് പലപ്പോഴും അടുക്കളയിൽ ഉപയോഗിക്കുന്നതായ പല വസ്തുക്കളും താഴെ വീഴുന്നതാണ്. എന്നാൽ നിങ്ങളുടെ വീടുകളിൽ അപ്രകാരം സംഭവിക്കുന്നില്ല എങ്കിൽ, മറ്റു വസ്തുക്കളൊന്നും താഴെ വീഴുന്നില്ല എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാകുന്നു. ആ വീടുകളിൽ സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുണ്ട് എന്നും ആ വീടുകളിൽ മനസമാധാനവും കൂടാതെ ധനപരമായ കാര്യങ്ങളോ ഭാഗ്യമോ അനുകൂലമായി തീരുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് വന്ന് ഭവിച്ചിട്ടുള്ളത് എന്ന് തന്നെ അർത്ഥമാക്കാം. ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു. ഈ പരാമർശിച്ചിരിക്കുന്ന ലക്ഷണങ്ങളിൽ ഒരു ലക്ഷണമെങ്കിലും പ്രകടമാകുന്നത് അതീവ ശുഭകരമാകുന്നു.